IPL 19 സീസണിലെ സൂപ്പർ സൺഡേ ആണല്ലോ ഇന്ന്. അപ്പോൾ ഇന്ന് 2 മത്സരങ്ങളുണ്ട്. ആദ്യ മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രണ്ടാമത്തെ പോരാട്ടത്തിൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ മുംബൈ ഇന്ത്യൻസും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും നേർക്കുനേർ വരികയാണ്. ലക്നൌവിലെ ഏകാന സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ലക്നൌവും ഗുജറാത്തും ലക്ഷ്യമിടുന്നത് വിജയ തുടർച്ച. കഴിഞ്ഞ മത്സരത്തിൽ കൊൽക്കത്തയെ തകർത്തെത്തുന്ന ഋഷഭ് പന്തിന്റെ ലക്നൌവിനെ ആയുഷ് ബദോണിയുടെയും പന്തിന്റെയും ഫോമും മുഹമ്മദ് ഷമിയുടെ പേസുമാണ് കരുത്ത്. മറുവശത്ത് കരുത്തരായ ഡൽഹിയെ വീഴ്ത്തിയ ആത്മവിശ്വാസവുമായാണ് ശുഭ്മാൻ ഗില്ലും സംഘവും എത്തുന്നത്. നേർക്കുനേർ കണക്കുകളിൽ ഗുജറാത്തിന് വ്യക്തമായ മേൽക്കൈയുണ്ട്. ഇതുവരെ നടന്ന 7 മത്സരങ്ങളിൽ 4 എണ്ണത്തിലും ജയം ഗുജറാത്തിനൊപ്പമായിരുന്നു. സ്പിന്നർമാരെ തുണയ്ക്കുന്ന ലക്നൌവിലെ പിച്ചിൽ റാഷിദ് ഖാനും ദിഗ്വേഷ് റാത്തിയും തമ്മിലുള്ള പോരാട്ടം നിർണായകമാകും. രണ്ടാം മത്സരത്തിൽ വമ്പന്മാരായ മുംബൈയും ബംഗളൂരുവും ഏറ്റുമുട്ടും. ഇരു ടീമുകളെ സംബന്ധിച്ചും ഈ മത്സരം നിർണായകമാണ്. കഴിഞ്ഞ മത്സരങ്ങളിൽ പരാജയപ്പെട്ട മുംബൈയും RCBയും വിജയവഴിയിൽ തിരിച്ചെത്താനുള്ള കഠിന ശ്രമത്തിലാണ്. പരിക്കിൽ നിന്ന് മോചിതനായി മിച്ചൽ സാന്റ്നർ തിരിച്ചെത്തുന്നത് മുംബൈയുടെ ബോളിംഗ് നിരയ്ക്ക് കരുത്താകും. സൂര്യകുമാർ യാദവിന്റെ ബാറ്റിംഗ് ഫോമിലാണ് മുംബൈയുടെ പ്രതീക്ഷ. മറുഭാഗത്ത് തുടക്കം മുതൽ ഒടുക്കം വരെ കൂറ്റനടിക്കാർ ടീമിലുള്ളതാണ് RCBയുടെ കരുത്ത്. കഴിഞ്ഞ മത്സരത്തിൽ നിറം മങ്ങിയ ബൗളിംഗ് നിരയാണ് നിലവിലെ ചാമ്പ്യന്മാരുടെ തലവേദന. വാങ്കഡയിലെ ചെറിയ ബൗണ്ടറികളിൽ റൺ ഒഴുകുമെന്നുറപ്പാണ്. നേർക്കുനേർ കണക്കുകൾ പരിശോധിച്ചാൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്. IPLൽ ഇരുവരും 34 തവണ ഏറ്റുമുട്ടിയപ്പോൾ 19 തവണ മുംബൈയും 15 തവണ RCBയും ജയിച്ചു. വാങ്കഡയിലെ ഹോം ഗ്രൗണ്ട് ആനുകൂല്യം മുതലാക്കി മുംബൈ കരുത്തു കാട്ടുമോ അതോ കോഹ്ലിയും സംഘവും ജയിച്ചു കയറുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.